Good morning and good evening. How are you everybody? നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. പ്രഭാതവന്ദനവും സന്ധ്യാവന്ദനവും. ഹോപ്പ് യു ഓൾ ആർ ഡൂയിങ് വെൽ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പകർന്നത് ഒരു ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ഒരു ഭയത്തിൻ്റെ ആത്മാവിനെ അല്ല തന്നത്. In your life, God has not given the spirit of fear. നിങ്ങളുടെ മേൽ തന്നത് ഒരു ശക്തിയുടെ ആത്മാവിനെയാണ്. What God has impacted upon your life is the spirit of power. ഒരു സ്നേഹത്തിൻ്റെ ആത്മാവിനെയാണ്. The spirit of love. ആമേൻ. ശക്തി ക്ഷയിക്കുമ്പോഴാണ് ഭീതി നമ്മളിൽ കയറുന്നത്. When we lose our strength, fear enter into our life. 2 തീമോഥെയോസ് 1:7 പഠിക്കുമ്പോൾ When we study 2 Timothy chapter number 1 verse 7, ആത്മാവിനെ അല്ല, God has given not the spirit of fear. ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. But the spirit of power, love and of a sound mind. ആത്മാവ് നഷ്ടപ്പെട്ട ശൗലിൽ ഭയം കയറുവാനിടയായിട്ട് Saul, who lost the anointing, fear entered into his life. അവനൊരു ഭീരുവിനെ പോലെ പ്രവർത്തിക്കാൻ തുടങ്ങി. And he started to act like a fearful man. അതുകൊണ്ടാണ് ഒരു ഗോലിയാത്തിന്റെ മുൻപിൽ അവനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. That is the reason he was unable to do anything in front of Goliath. നമ്മുടെ ജീവിതത്തിൽ ഏത് ശക്തിയാ നമ്മുടെ മേൽ പകർന്നത് എന്ന് നാം മനസ്സിലാക്കണം. And we have to understand what power God has given upon our life. ദൈവത്തിന്റെ ശക്തിയാണെങ്കിൽ, if you receive the power of God, ശത്രുവിന്റെ വാക്കുകളോ പ്രവൃത്തികളോ നോട്ടങ്ങളോ സംഘടിതങ്ങളോ നമ്മളെ ഭീതിയിലേക്ക് കൊണ്ടുവരത്തില്ല. the words of the enemy and the acts of the enemy will not cause any fear in our life. കഴിഞ്ഞ ദിവസം ഒരു സഹോദരിക്ക് യൂട്രസിൽ ഒരു ട്യൂമർ, ഒരു മുഴയുണ്ടെന്ന് പറയുവാനിടയായിരുന്നു. The other day a sister informed me that she had a tumor in her uterus. ആ സഹോദരി എല്ലാ ദിവസവും ഡിക്ലെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. Every day she started to declare and pray. പലരും പറഞ്ഞു, Many people said ഇത് ക്യാൻസർ ആണ്. it's a cancer. എന്നാൽ ഇത് കേൾക്കുന്തോറും Whenever she hears this, സഹോദരിയുടെ ധൈര്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു. and she got increased her faith and courage. ഇത് ക്യാൻസർ ആയിക്കോട്ടെ, let it be cancer. എന്റെ ഈ സബ്ജക്റ്റ് ദൈവത്തിന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നു എന്ന് പറയാൻ തുടങ്ങി. And she declared that I have given my subject in the hand of God. പറഞ്ഞുകൊണ്ടിരുന്നു. Every day she declared the same. ആദ്യം പേടിപ്പിക്കാൻ ഭീതിപ്പെടുത്താൻ പറഞ്ഞവരുടെ എല്ലാം വാക്ക് ഡൗൺ ആയി. And all the people, those who tried to put her down, their voice went down. സർജറിക്ക് മുമ്പ് വേറെ 1-2 ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. And before the surgery she undergo some other test. ആ ടെസ്റ്റിൽ In that test, ആ മുഴ അവിടെ ഇല്ലായിരുന്നു. and the tumor disappeared. ഭീതി നമ്മളെ പലപ്പോഴും തളർത്തിക്കളയും. The fear will always put us down. നമ്മൾക്ക് വേണ്ടിയത് ആത്മധൈര്യമാണ്. What we need is the courage in the spirit. ആത്മാവിന്റെ ശക്തി, The power of spirit. അത് നമ്മളിലേക്ക് വരുമ്പോൾ Once it come to us, ഭയം ഓടിമറയും. the fear will run away. അതാണ് ദാവീദിന്റെ ജീവിതത്തിൽ ഈ ശക്തി വന്നപ്പോൾ, That's the reason when King David received this ഈ power, അഭിഷേകതൈലം വീണപ്പോൾ when he received the anointing അവന്റെ oil, നേരെ സിംഹം വന്നു. the lion came in front of him അവനതിനെ വലിച്ചു കീറി. and he teared that. ഒരു രാജ്യത്തിന്റെ പ്രതിനിധിയായ ഗോലിയാത്ത് വന്നു. Goliath, who represent a kingdom, came in front of him, ദാവീദിന്റെ കയ്യിൽ ഒരായുധവുമില്ല. and he did not have any weapon, അവന്റെ കയ്യിൽ 5 കല്ല് മാത്രം. and he had 5 stones in his അവൻ hand, കല്ലിൽ ശരണപ്പെട്ടില്ല. and he did not trust in that weapon, അവൻ ആ കവണയിൽ ശരണപ്പെട്ടില്ല. and he did not trust into the sling. അവനെ വിടുവിച്ച, അവനെ രക്ഷിച്ച, അവനെ അഭിഷേകം ചെയ്ത ദൈവത്തിൽ അവൻ ശരണപ്പെട്ടു. And he trusted the God who anointed him, and he called him, ആ ദൈവത്തിൽ അവൻ ട്രസ്റ്റ് ചെയ്തു. and he trusted that God, അവന്റെ ജീവിതം മുഴുവൻ മാറി. and completely his life got transformed. ഒരു പരിഹാസ വാക്ക് ഗോലിയാത്ത് പറയുമ്പോഴും, And even though the Goliath is mocking him, ദാവീദ് ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയാണ്. and David daily went forward. അവന്റെ കയ്യിലിരുന്ന കല്ല്, The pebbles, the stone what he had in his hand, ഗോലിയാത്തിനെ കൊല്ലാൻ തക്കവണ്ണം ബലമുള്ളതായി മാറി. and it's got the power, it's received the power in order to kill അത് Goliath. റൈറ്റ് പ്ലേസിൽ ചെന്ന് തറയ്ക്കാൻ ഇടയായി. It hit into the right place. ഒരു അമ്പ് അവിടുന്ന് വരുന്നതിന് മുമ്പ് ഈ കല്ല് അവിടെ ചെന്ന് പതിച്ചു. Before an arrow came from that direction, this stone hit into the target. ഇതെങ്ങനെ സംഭവിച്ചു? How it happened? താൻ ദൈവത്തിൽ ശരണപ്പെട്ടു. And he trusted God. ആമേൻ. Amen. നിങ്ങളുടെ ജീവിതത്തിൽ In your life, ദൈവം നിങ്ങളിൽ പകർന്ന അഭിഷേകത്തിൽ നിങ്ങൾ ആശ്രയിക്കുമ്പോൾ
പ്രാപിക്കുമ്പോൾ, once you trust into the anointing what God has given upon അതിൽ your life, ശക്തിപ്പെടുമ്പോൾ, once you strengthen in the നിങ്ങളുടെ anointing, മുമ്പിൽ നിൽക്കുന്ന എല്ലാ ഗോലിയാത്തും മാറിപ്പോകും. and all the Goliath which is standing in front of you എല്ലാ will move away, സിംഹവും കീറി മുറിക്കപ്പെടും. and all the lions which is standing in front of you യഹോവ will tear നിങ്ങൾക്ക് away, വേണ്ടി അത്ഭുതം ചെയ്യും. and God will do a wonder ഞാൻ and miracle നിങ്ങൾക്ക് for you. വേണ്ടി പ്രാർത്ഥിക്കാം. I'll pray for you. നസ്രേനായ യേശുവേ, Jesus the Nazarene, ഇപ്പോൾ ഈ ജനത്തിന്റെ മേൽ വലിയ അഭിഷേകം പകരണമേ. right now send a mighty anointing ഒരു upon this വലിയ woman of God. ബ്രേക്ക് ത്രൂ കൽപ്പിക്കണമേ. God send a mighty ഒരു breakthrough. വിടുതൽ കൽപ്പിക്കണമേ. God send a deliverance. അങ്ങയുടെ മഹിമ ഇറങ്ങണമേ. Let your glory come down. അങ്ങ് അത്ഭുതം ചെയ്യണം. Lord, do a miracle for them. യേശുവിൻ നാമത്തിൽ In Jesus' name. ഗോലിയാത്തിന്റെ തല തകരട്ടെ. Let the head of the Goliath be സിംഹങ്ങൾ destroyed. കീറി ആമേൻ മുറിഞ്ഞു പോകട്ടെ. Let all the powers of lion be destroyed. ആമേൻ കരടിയുടെ വായിൽ നിന്ന് ആടിനെ വലിച്ചെടുക്കട്ടെ. Oh, let sheep be rescued from the mouth of deer. ആമേൻ മറ്റുള്ള ശത്രുവിന്റെ കയ്യിൽ നിന്ന് ചിലതിനെ രക്ഷിക്കാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കട്ടെ. Let God use you in order to deliver somebody from the hands of enemy. യേശുവിൻ നാമത്തിൽ. In Jesus' name. ആമേൻ. Amen. God bless you. I love you.